പ്രിയപ്പെട്ടവരെ, ജാർഖണ്ഡിലേക്കൊന്ന് പോയാൽ ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് മുന്നണികൾ. ഇന്ത്യ മുന്നണിക്കും NDAയ്ക്കും ഭൂരിപക്ഷം പ്രവചിക്കുന്ന വ്യത്യസ്ത എക്സിറ്റ് പോൾ ഫലങ്ങളാണ് പുറത്തുവരുന്നത്. കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ MLA-മാരെ മറുകണ്ഠം ചാടിക്കുന്നതും മുന്നണികളുടെ പരിഗണനയിലുണ്ട്. ഇത് സംബന്ധിച്ച കൂടിയാലോചനകളും അണിയറ ചർച്ചകളും ജാർഖണ്ഡിൽ സജീവമാണ്. ആദിൽ പാലോടാണ് ജാർഖണ്ഡിൽ നിന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആദിൽ പാലോട് വിലയിരുത്തും. ആദിൽ പാലോട്, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ സമ്മിശ്രമാണ്. പക്ഷേ ഭൂരിപക്ഷം എക്സിറ്റ് പോൾ ഫലങ്ങളും NDAയ്ക്കാണ് സാധ്യതയെന്ന് കൽപ്പിക്കുന്നു. എന്നാൽ ആക്സിസ് മൈ ഇന്ത്യയെ പോലെയുള്ള ചില സർവേകൾ പറയുന്നത് ഇത്തവണ ഇന്ത്യ മുന്നണി ജാർഖണ്ഡിൽ തുടരുമെന്നാണ്, അഥവാ ഹേമന്ത് സോറൻ അധികാരത്തിൽ തുടരുമെന്നാണ്. എന്താണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ മൊത്തം നമ്മളൊന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആദിൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺ. 7 എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുമ്പോൾ 3 ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായുള്ള പ്രവചനങ്ങൾ നടത്തിയിരിക്കുന്നു. 4 NDAയ്ക്ക് അനുകൂലമായിട്ടുള്ള പ്രവചനവും നടത്തിയിട്ടുണ്ട്. ആക്സിസ് മൈ ഇന്ത്യ 53 സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി JMM കോൺഗ്രസ് സർക്കാർ വീണ്ടും അധികാരത്തിൽ ഭരണ തുടർച്ചയിലെത്തും എന്നുള്ളതാണ് പ്രവചിച്ചിരിക്കുന്നത്. അപ്പോഴും ഈ ബാക്കിയുള്ള ആക്സിസ് മൈ ഇന്ത്യ ഒഴിച്ചാൽ ബാക്കിയുള്ള സർവേ ഫലങ്ങൾ അനുസരിച്ച് ആർക്ക് ഭൂരിപക്ഷം കിട്ടിയാലും അത് തികഞ്ഞ വ്യക്തമായൊരു ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന സൂചനയാണ് നൽകുന്നത്. അങ്ങനെയെങ്കിൽ കുതിരക്കച്ചവടത്തിനുള്ള സാധ്യതയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ജാർഖണ്ഡ് പോലൊരു സംസ്ഥാനത്ത് പണം കൊടുത്താൽ MLA-മാരെ കിട്ടും എന്നതാണ് അനുഭവമായി നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നപ്പോൾ ചമ്പൈ സോറൻ BJP-യിലേക്ക് വന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ BJP JMM കോൺഗ്രസ് MLA-മാരെ ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ചില അണിയറ ചർച്ചകൾ ജാർഖണ്ഡിൽ റാഞ്ചി കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെറിയ സീറ്റിന്റെ വ്യത്യാസത്തിൽ BJP-ക്ക് ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുകയാണെങ്കിൽ, കിട്ടാതിരിക്കുകയാണെങ്കിൽ അവിടെ മറ്റ് MLA-മാരെ, കോൺഗ്രസ് JMM MLA-മാരെ വരുതിയിലാക്കാനുള്ള ശ്രമം, അതിന്റെ ചർച്ചകൾ, അണിയറ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു എന്നതാണ് വിവരം. ഏതായാലും ഒരു വ്യക്തമായൊരു ഭൂരിപക്ഷത്തിലേക്ക്, കേവല ഭൂരിപക്ഷം കിട്ടും എന്നതിലേക്ക് അല്ല കാര്യങ്ങൾ എത്തുന്നത്. ഒരു വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയാൽ ഒരുപക്ഷേ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നത് പോലെയാണെങ്കിൽ 53 സീറ്റ് നേടി ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്നാണ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു സംശയവുമില്ല. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ 2 മുന്നണികൾക്കും സാധ്യത പ്രവചിക്കുന്നത്? നമ്മൾ ജാർഖണ്ഡിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ TV മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെയും ഭാര്യ കൽപ്പന സോറന്റെയും മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടിയും അടക്കം പ്രതികരണം നൽകുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്തതാണ്. 2 മുന്നണികളും JMM നേതൃത്വം നൽകുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയും BJP നേതൃത്വം നൽകുന്ന NDAയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്, കാടിളക്കിയുള്ള പ്രചരണമാണ് ജാർഖണ്ഡിൽ നടത്തിയത്. അവരുടെ 2 പേരുടെയും 2 തരം പ്രചരണങ്ങളുമായിരുന്നു എന്ന് പറയേണ്ടി വരും. JMM കോൺഗ്രസുമാകട്ടെ 5 വർഷം തങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ ഇതാണ് എന്ന് മുന്നിൽ വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിയത്. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഹേമന്ത് സോറൻ 6 മാസക്കാലം ജയിലിലായിരുന്നു. ആ 6 മാസക്കാലം ജയിലിൽ കിടന്നത് പ്രചരണത്തിൽ വലിയ തോതിൽ ഉപയോഗിക്കുകയും ചെയ്തു. ഇതൊക്കെ വിജയിക്കുമോ എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. 2 ദിവസം കൂടി കാത്തിരുന്നാൽ അത് അറിയാനും കഴിയും. ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് പോളിംഗ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയതെന്നും ശ്രദ്ധിക്കുക. ഏതായാലും തന്ത്രപ്രധാനമായ ചർച്ചകൾ ജാർഖണ്ഡിൽ നടക്കുകയാണ്. പ്രത്യേകിച്ച് കൃത്യമായൊരു ഭൂരിപക്ഷത്തിലേക്ക് എത്തും, വ്യക്തമായ ആധികാരികമായൊരു ഭൂരിപക്ഷം ഒരു മുന്നണിക്കും കിട്ടുമെന്നത് ഏകദേശം ഒരു സർവേകളും പറയുന്നില്ല എന്നതുകൊണ്ടാണ് ഇത്തരം ചർച്ചകൾ കൂടി പുരോഗമിക്കുന്നത്. ഹേമന്ത് സോറൻ സർക്കാർ അധികാരത്തിൽ തുടരുമെന്ന് മൈ ആക്സിസ് ഇന്ത്യ സർവേ പറയുമ്പോൾ മിക്കവാറും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് NDA ഭരണം പിടിക്കുമെന്നാണ്. ആദിൽ പാലോടും നമ്മുടെ വാർത്താ സംഘവും ജാർഖണ്ഡിൽ തന്നെ തുടരുകയാണ്. 2ലും നിറഞ്ഞിട്ടേ ആദിൽ പാലോടും സംഘവും മടങ്ങും.